നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് പരാമർശിക്കാനായി പോകുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ 1200-ാം ആണ്ട് പുതുവർഷ ഫലം ഇപ്രകാരമാണ്. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം. വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഈ വർഷം. പ്രധാന ഗ്രഹങ്ങൾ സൽഭാവങ്ങളിൽ സ്ഥിതി വരുന്നതിനാൽ നിങ്ങൾക്ക് അഥവാ ഭരണി നക്ഷത്രക്കാർക്ക് അത് വളരെയേറെ പ്രയോജനകരമായി മാറുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ വർഷം നിങ്ങൾക്ക് ശുഭകരമാകുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലവും ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്ന അഥവാ ആഗ്രഹിക്കുന്നതായ രീതിയിൽ ഉപരിപഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ വർഷം കൂടിയാണ് ഇത്. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം തൊഴിൽ നേടുവാൻ അഥവാ തൊഴിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. അഭിമുഖങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ, ലാഭം അല്പം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. മാധ്യമ പ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ, ശോഭനമായ കാര്യങ്ങൾ വന്നു ചേരാം. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മന്ദഗതിയിലാകും അഥവാ അല്പം മന്ദഗതിയിലാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം അല്പം സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ സ്ഥലം മാറ്റത്തിന് ഉദ്യോഗസ്ഥർക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരും. വരുമാന മാർഗം വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം. കുടുംബ ബന്ധത്തിൽ അല്പം ഉയർച്ച നേടുവാൻ ചില തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യം അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. അന്യനാട്ടിൽ നിന്നും സ്വദേശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഈ വർഷം. രോഗശമനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ കടന്ന് വരുന്നതാകുന്നു. ചിങ്ങം, കന്നി, മകരം, കുംഭം, മിഥുനം എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് മികച്ചതായി തീരുവാനും അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കുവാനും സഹായകരമായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഓരോ വയസ്സിലും അഥവാ നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഫലങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചാകുന്നു. നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. 10 വയസ്സ് വരെയുള്ള സമയം, 10 വയസ്സ് വരെയുള്ള സമയത്തിലൂടെയാണ് അഥവാ അത്രയാണ് നിങ്ങളുടെ വയസ്സ് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കുടുംബത്തിന് ഭാഗ്യം കൊണ്ടുവരുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും എന്ന് പറയാം. പലവിധ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി എത്താവുന്നതുമാണ്. അവിവാഹിതരായ ബന്ധുക്കൾക്ക് വിവാഹം നടക്കുവാനുള്ള യോഗവും അതിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കലാ കായിക മേഖലകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ, പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുക, വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. അവസരങ്ങൾ അല്ലെങ്കിൽ പ്രശസ്തി വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. എന്നാൽ ഈ സമയം ചില രോഗങ്ങൾക്ക് അഥവാ ഈ വർഷം സാധ്യത അല്പം കൂടുതലാണ്. മഞ്ഞപ്പിത്തം, മുഖരോഗങ്ങൾ, ശരീരക്ഷീണം, തുടരെയുള്ള പനി, ജലദോഷ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. പിതാവിന് അല്ലെങ്കിൽ പിതാവിന് തുല്യരായ വ്യക്തികൾക്ക് അപകട സാധ്യതകൾ വർദ്ധിക്കുന്നു. അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ എല്ലാ മാസവും
പിതാവിൻ്റെ ജന്മനക്ഷത്ര ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ്. മാതാപിതാക്കൾക്ക് കോടീശ്വരയോഗത്തിന് തുല്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ലക്ഷ്മി നാരായണ പ്രീതിയും ഈ സമയം അനിവാര്യമാകുന്നു. അതിനാൽ നിത്യവും വിഷ്ണു സഹസ്രനാമം ഇവരെ കേൾപ്പിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 16 വയസ്സ് വരെ 16 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഈ വർഷം സംഭവിക്കാവുന്നതാണ്. പിതാവിന് ദോഷഫലങ്ങൾ അനുഭവിക്കുവാൻ ചില തിരിച്ചടികൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. എന്നാൽ ഇവർക്ക് ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ പോലും വലിയ നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ അല്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, പരിശ്രമിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ, ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം. എന്നാൽ ദൃഷ്ടിദോഷത്തിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വിജയങ്ങൾ നേടേണ്ട കാര്യങ്ങളിൽ തിരിച്ചടി വന്നു ചേരാം. അതിനാൽ ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട പരിഹാരം ചെയ്യുക. പ്രശസ്തി വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. നേത്ര രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പിടിവാശിക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഇവർ നിത്യവും ചെയ്യേണ്ടത് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക എന്നതാണ്. അഥവാ സൂര്യദേവനെ നിത്യവും ആരാധിക്കുകയും ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ചും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ നിത്യവും കേൾക്കുക. ഈ കാര്യവും നിങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ്. വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. 26 വയസ്സ് വരെയുള്ള സമയം 26 വയസ്സ് വരെയുള്ള ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഈ കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനപ്പെട്ടതായ ചില സംഭവങ്ങൾ നടക്കും. ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കുകയോ ലക്ഷ്യം നേടുകയോ ചെയ്യാം. പഠനത്തിലോ ജോലിയിലോ നിങ്ങൾക്ക് ഉയർച്ച നേടുവാനും വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായ അവസരങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. പ്രണയ വിവാഹത്തിന് സാധ്യത കൂടുതലാകുന്നു. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാകുന്നു. വിവാഹം, സന്താനഭാഗ്യം, വാഹനയോഗം തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം വന്നു ചേരാം. വീട് വാങ്ങുക, പുതുക്കി പണിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. മാതാപിതാക്കൾക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിവഭജനം മുടക്കരുത്. 33 വയസ്സ് വരെയുള്ള സമയത്ത്, അഥവാ 33 വയസ്സ് വരെയുള്ള ഈ സമയം, ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സൈനിക തൊഴിൽ അഥവാ അത്തരത്തിലുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ, തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കർമ്മരംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബഹുമതികൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപകട സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന വർഷം കൂടിയാണ് ഇത്. അതിനാൽ അല്പം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. മാനഹാനി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനാപകടത്തിനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്കും അഥവാ ശത്രുക്കൾ വർദ്ധിക്കുക, അഗ്നിബാധ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യതയാണ് പറയുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ചില കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും. ഉമാമഹേശ്വരന്മാരെ ഈ സമയം ആരാധിക്കുന്നതും ഞായറാഴ്ച പങ്കാളിയുമായി ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭമാണ്. ഈ സമയം ഇരുവരും മാറി താമസിക്കുവാൻ സാധ്യതയുണ്ട്. ഈ സമയം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നതും ശുഭകരമാണ്. വന്നു ചേരേണ്ട ഈ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. 51 വയസ്സ് വരെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്
സാധ്യത അല്പം കൂടുതലാകുന്നു. ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമായി വരും. അതിനാൽ ക്ഷമ ഏത് കാര്യത്തിലും അനിവാര്യം തന്നെയാകുന്നു. വ്യവഹാരങ്ങളിൽ ഈ സമയം ഏർപ്പെടാതിരിക്കുന്നതാണ് ശുഭം. കാരണം തോൽവി പിണയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ അല്പമുണ്ട്. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ഈ കാര്യങ്ങളിൽ വ്യക്തമായ ചിന്താഗതി നിങ്ങൾക്ക് വേണ്ടതാകുന്നു. കാരണം അവർക്ക് വന്നു ചേരുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രക്തസംബന്ധമായ അസുഖങ്ങൾ, വീക്കം, പരിക്കുകൾ, തീപിടുത്തം, വിഷബാധ, കരൾ സംബന്ധമായ ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളും അതിനാൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാകുന്നു. ജാഗ്രത പാലിക്കേണ്ടതാണ്. മുൻകരുതൽ ഏത് കാര്യത്തിനും വേണം. മടിയും അലസതയ്ക്കും സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ആലസ്യം ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. നാഗപ്രീതി ഈ സമയം നിങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ആയില്യം നാൾ ദിവസം നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ദർശനം നടത്തുന്നതും ശുഭമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ സമയം ഇഷ്ടദേവതയെ ഭജിക്കുന്നതും കുടുംബദേവതയെ ഭജിക്കുന്നതും അതീവ ശുഭകരവുമാണ്. 67 വയസ്സ് മുതലുള്ള വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കാം. മാധ്യമരംഗത്തുള്ള വ്യക്തികളാണ് എങ്കിൽ അവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. തൊഴിൽപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഉദ്യോഗക്കയറ്റം, കർമ്മരംഗത്ത് ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. പിണക്കങ്ങൾ മറന്ന് ബന്ധുക്കൾ അടുക്കുവാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പിണക്കങ്ങൾ മറന്ന് സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ അടുക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനോ അല്ലാതെയോ പുതിയ വഴികൾ, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബജീവിതത്തിൽ സൗഖ്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ വാഹനം, മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. പുതിയ വാഹനം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ അഥവാ ഈ വർഷം സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. പറഞ്ഞത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്.